പാപ്പിച്ചായ, അടുത്ത മാസം 18-ാം തീയതി എന്റെ കല്യാണ. പാപ്പിച്ചായൻ വരൂ. ചെറുക്കൻ എവിടെ നാടി? ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. അയ്യോ, ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും. ദേ, പാപ്പിച്ചായൻ ഫോൺ നമ്പറൊന്നും മാറ്റരുത്. ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പിച്ചായ, പാപ്പിച്ചായൻ എന്നെ തല്ലില്ലേ? പാപ്പച്ചായ കുപ്പിച്ചായ അവളുടെ കല്യാണവും കളവാണും. പോയിക്കോടെ എന്റെ മുന്നിൽ നിന്ന്. എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏയ്, ഇത് അരുതാത്ത ആഹാരം കഴിച്ചൊന്നും അല്ല. ഭദ്രേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. തിരുവേനി ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് ഒപ്പിട്ടോളൂ. ശരിയെന്ന്. പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മാവിൻ്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവിൻ്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത്? എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ? ആ, നമ്മൾ നാളെ 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്നാണ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 11:30 നമ്മളുടെ കല്യാണം നടക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ഗുരുവായൂർക്ക് പോകും. പിന്നെ അവിടെ നിന്ന് കൊടൈക്കനാൽ. അങ്ങനെ നമ്മളുടെ മധുവിധു തുടങ്ങും. അതെ ഏട്ടാ, മുല്ലപ്പൂ വാങ്ങിച്ചോ? അയ്യോ, അത് ഞാൻ കടയിൽ വെച്ച് മറന്നുപോയി. ആ കട അടയ്ക്കണതിന് മുമ്പ് ഞാൻ പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം. അയ്യോ, ഇനി രാത്രി പോകേണ്ട ആവശ്യമില്ല. നീ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ആരുടെ നീക്ക് വഴിമാറടാ. ഭദ്ര, നീ അവരോട് കളിക്കാൻ നിൽക്കണ്ടേ? നമ്മുടെ പിള്ളേരാ. കുറിപ്പ് പ്രതികാരം തീർക്കാനുള്ള സമയമല്ല അത്. എടാ, നീ വിഷ്ണുവിന്റെ ഭാര്യയെ വെപ്പാട്ടിയായിട്ട് വെക്കുന്നവരെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ നീ അവളെ കെട്ടാൻ പോകുന്നവരെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നല്ല കാര്യമാ. എടാ,
ഞാൻ പരോളിൽ ഇറങ്ങിയതേ നമ്മൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിട്ടാ. ഇറങ്ങി വാടാ ചേറ്റെ. തല്ലി കൊല്ലണം. മേലാൽ എന്റെ കൺമുമ്പിൽ വന്നാൽ വെട്ടിക്കേറിക്കളയും ഞാൻ. പാപ്പച്ചേ, ആ ആ എടോ, താൻ എന്തിനാ ഇതിനിടയ്ക്ക് ഒരു കൊലപാതകം കൊണ്ട് ഉണ്ടാക്കാൻ പോയത്? എങ്ങനെയെങ്കിലും ഒന്നിൽ നിന്നൊന്ന് കഴിച്ചിലാക്കാൻ നോക്കുമ്പോഴാണോ വേറെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? ഓ അത് ശരി. പാപ്പച്ചായനെ കുറ്റപ്പെടുത്തുകയല്ലേ? അവൻ ഒറ്റ കൊടുത്തോണ്ടല്ലേ പാപ്പച്ചായനെ പോലീസ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലണമെന്ന് പാപ്പച്ചായ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ ആ ശരി ശരി, അഴക്കാ പോട്ടെ. ഇനി എന്താ തന്റെ പ്ലാൻ? നാളെ പരോള് തീരുക. ഞാനവിടെ ഹാജരാവേണ്ടതാ. ഞാൻ പോകത്തില്ല. ആരും കാണാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് പാപ്പച്ചായൻ തന്നെ എന്നെ ഒന്ന് മാറ്റണം. അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത്. അതെ, ആരും കണ്ടുപിടിക്കാത്തൊരു സുരക്ഷിതമായ സ്ഥലത്തോട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. പാപ്പച്ചായ, എടാവേ, നിന്നെ വെച്ചോണ്ടിരുന്ന എനിക്ക് കൂടെ അപകടമാ. അതാ, അത് മാത്രമല്ല, ഒരു പ്രയോജനമില്ലാതെ നിന്നെ തീറ്റി പോറ്റാന് ഒരുപാട് പണച്ചെലവാ. അതുകൊണ്ട് സോറി.